നമുക്കിന്നൊരു കഥ പറയാം. ആമയുടെയും അരയന്നങ്ങളുടെയും കഥ. ഒരു കുളത്തിൽ ഒരു ആമയുണ്ടായിരുന്നല്ലേ? ആമയെ കാണാൻ ആര് വന്നു? എത്ര പേരുണ്ടായിരുന്നു? 2 അരയന്നങ്ങളല്ലേ? ആ കുളത്തിൽ ആരുണ്ടായിരുന്നു? ആമയെ കാണാൻ ആരാ വന്നേ? 2 അരയന്നങ്ങളല്ലേ? ആമയെ അറിയാമോ? ആമയെ കണ്ടിട്ടുണ്ടോ? ആമയെ കണ്ടിട്ടുണ്ടോ വിനോദേ? കണ്ടിട്ടുണ്ട്. അരയന്നങ്ങളെയോ കണ്ടിട്ടുണ്ടോ? അരയന്നങ്ങളെ ടീച്ചറെ, ആരാണ്? മാനേജറുടെ റൂം എവിടെയാണ് ടീച്ചറെ? ദേ അപ്പുറത്താ. ആ ശരി, ഓക്കെ. ആ ശരി, അങ്ങനെയാണല്ലേ. നമസ്കാരം സാർ. ആ ഇരിക്കൂ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, പറയൂ, എന്താ കാര്യം? നമ്മൾ തമ്മിൽ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ സാർ അറിയും. ഐ ആം രവിശങ്കർ. ഓ, രവിശങ്കർ, നൈസ് ടു മീറ്റ് യു. ഇതെൻ്റെ ഫാമിലി ഫ്രണ്ടാണ് മിസ്റ്റർ മോഹൻദാസ്. ഇദ്ദേഹത്തിൻ്റെ മകള് ഇവിടുത്തെ കുട്ടികളെ പോലെ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ കൂടെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യണമെന്ന് പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഓ, ജോലി തിരക്ക് കാരണം ഒന്നിനും സമയം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോർമലായ ആളുകളെ പോലും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം പറയാനുണ്ടോ? എനിക്ക് വേണമെങ്കിൽ അവളെ നോക്കാൻ വീട്ടിൽ 2 പേരെ ജോലിക്ക് നിർത്താം. പണം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ മറ്റുള്ള ആൾക്കാർ വീട്ടിൽ വരുമ്പോൾ അതാ ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങൾക്കാകുമ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. 1-2 പേരെ ജോലിക്ക് നിർത്താം. ഈ കറങ്ങുന്ന ഫാനിൻ്റെ താഴെ കസേരയിട്ട് ഇരുന്നാൽ പോരെ. ഈ രവിശങ്കറൊക്കെ ഉള്ളത് കൊണ്ട് പണത്തിന് പേടിക്കാനും ഇല്ല. നോക്കൂ മിസ്റ്റർ മോഹൻദാസ്, പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇവിടെയുള്ള കുട്ടികളെല്ലാം സാധാരണ കുടുംബത്തിൽ ജനിച്ചവരാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത. ഈ കുട്ടികളുടെ വീട്ടിൽ നിന്നും 1 രൂപ പോലും വാങ്ങാതെയാണ് ഞങ്ങൾ ഈ കുട്ടികളെ നോക്കുന്നത്. അതിൽ രവിശങ്കറിനെ പോലുള്ളവരുടെ ഒരുപാട് നല്ല മനസ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പലർക്കും നിങ്ങൾ പറഞ്ഞ പോലുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിപ്പോ നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് പണമുള്ളതല്ലേ. തൽക്കാലം ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ, അവരെ വെച്ച് കുട്ടിയെ നോക്കിക്കൂടെ? അതുമാത്രമല്ല, എൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഞാൻ മറ്റൊരു വിവാഹത്തിനായി ഒരു കുട്ടിയെ കണ്ടെത്തി. വിവാഹകാര്യം അവളോട് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നോക്കൂ മോഹൻ, ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ കുട്ടിയെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന്. മോഹന്റെ എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ നോക്കാം. പക്ഷേ അത്തരത്തിലൊരു കുട്ടിയെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. സോറി മോഹൻ, ഇനി ഇക്കാര്യം പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി നിങ്ങളെ നോക്കുന്നൊരു വിശ്വാസമുണ്ടോ? ഓ, അതൊക്കെ നിങ്ങളെ കാര്യം. എന്തെങ്കിലും ആവട്ടെ. ശരി, കുട്ടിയെ വിളിക്കൂ. ശരി ശരി, ഇനിയിപ്പോ എല്ലാവരും നോക്കിക്കോളൂ. അയ്യോ അയ്യോ, മോളെ 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 മോളോട് പോയി. എവിടെ പോയി? മോളെ മോളെ അവിടെ നിന്നുള്ള ഞാൻ മാനേജറെ വിളിക്കാം. മോളെ ഇവിടെ ഇരുന്നോളൂ. ഇരിക്കൂ.
ഇങ്ങനെയൊരു രൂപം പ്രതീക്ഷിച്ചില്ല അല്ലേ? ഓർഫനേജിലേക്ക് ഓരോരുത്തർ തരുന്ന പണത്തിൽ നിന്നും ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള പണം കീശയിലാക്കി ഫാനിന്റെ കീഴിൽ കറങ്ങുന്ന കസാരയിൽ ഇരിക്കുന്നവരാണ് എന്നല്ലേ നിങ്ങളുടെ ധാരണ? ഇതുപോലുള്ള കുട്ടികളുടെ മനസ്സും മാനസിക പ്രശ്നങ്ങളും അറിയാവുന്നവർക്ക് ഇങ്ങനെയുള്ള കുട്ടികളെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും കഴിയും. സ്വന്തം മകളുടെ ഈ അവസ്ഥ ഒരു ഭാരമായി തോന്നുന്ന നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ വില മനസ്സിലാവില്ല. ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ ഉപേക്ഷിക്കാമായിരുന്നു. അവരത് ചെയ്തില്ല. അവരെന്നെ പഠിപ്പിച്ചു, വലുതാക്കി. ഒന്നുകൂടെ അവരെന്നെ പഠിപ്പിച്ചു സഹജീവികളെ സ്നേഹിക്കാൻ. അങ്ങനെയാണ് ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയത്. നിങ്ങൾ പറഞ്ഞുവല്ലോ പണം നിങ്ങൾക്കൊരു പ്രശ്നമല്ലെന്ന്. അത് തകരാൻ അധിക സമയമൊന്നും വേണ്ട. ഒരു പക്ഷേ നിങ്ങളുടെ ഈ സൗഭാഗ്യത്തിനെല്ലാം കാരണം ഈ കുട്ടിയായിരിക്കും. എല്ലാം തരുന്നത് ദൈവമല്ലേ? അത് പണമായാലും മക്കളായാലും. ക്ഷമിക്കണം സാർ, താങ്കൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ഈ മോള് ജനിച്ചതിന് ശേഷം എനിക്ക് ഇനി കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ പണത്തോടുള്ള ആർത്തി മൂലം സ്നേഹബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എൻ്റെ ഈ മോളെ ഞാൻ കൊണ്ടുപോയി വളർത്തിക്കൊള്ളാം, പൊന്നുപോലെ നോക്കാം. ഇവളാണ് എൻ്റെ സൗഭാഗ്യം. മോളെ. അതുപോലെ ഇവിടെ ഉള്ള കുട്ടികളുടെ കാര്യത്തിൽ ഇനി ഞാനും കൂടെ സഹായിക്കാം. അതല്ലേ എൻ്റെ ഒരു സന്തോഷം. ടാറ്റ കൊടുക്കുമ്പോൾ ടാറ്റ കൊടുക്ക്.